മച്ചാനും ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ചില ചടങ്ങ്. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണെങ്കിലും പൊക്കി പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു കോളനിയുടെ കൊച്ചിയിലുള്ളത്. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇവന്റെ ബാപ്പായ ദുബായിലായിരുന്നു. ഒന്ന് കാണാമെന്ന് തീയൊക്കെ അരക്കവസരട്ടുണ്ട്. അജന്തയിൽ ആദിവാദം കണ്ടു നടക്കുന്ന ടീമിൽ നമ്മളെ ടീമില്ലോ. സാറേ ജോർജ്, ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖം. മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. നീക്ക് അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. ഇപ്പോഴല്ല, പിന്നെ നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ബൈക്കിലാണ് ഞാൻ കണ്ടത്. അവിടെ എങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാം. പക്ഷെ പൈലിച്ചേട്ടായ കോച്ചേരിക്കാര് പഠിത്തപ്പോ ലോ കോളേജിൽ നിന്ന് വന്ന മൈക്കിളിനെ പണിയും കഴിഞ്ഞ് ചോരയെ കുടിച്ച് അപ്പന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മൈക്കിളിനെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടാ മക്കളെ. ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ ഉറപ്പില്ലായിരുന്നു. ആരുടെ മുന്നിലും അടങ്ങിട്ടില്ലാത്ത ഈ വീടിന്റെ വാതിൽ അന്ന് എന്റെ മുന്നിൽ അടങ്ങി. പഠിപ്പിക്കാൻ വിട്ട മകൻ മലയാളിയായിട്ട് വന്ന് നിന്നപ്പോ ആലയത്തല്ല എന്നെ ചെയ്യുന്നത്. ഈ ടീം ഏതാ? ബോംബെക്കാർ. പാത്തിടുക. ഇതുപോലെ വാങ്ങിക്കൂടെ മൈക്കിളെ? 10 സെക്കൻഡിൽ പണി കഴിയുള്ളൂ. അല്ലേ ഇതിങ്ങനെ തൂക്കിയിട്ടോട് നടന്നാൽ മതി. ഇടയ്ക്കൊരു പിടിയിട്ടാക്കണ്ടേ? ബോംബെ से भाई गए ऑर्डर है. അത് നിനക്കുള്ള. നീ എന്നോടൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിന് എന്റെ പുസ്തകത്തിലൂടെ ശിക്ഷയും. അവൻ പറഞ്ഞതിന് വല്ല സത്യമുണ്ടെങ്കിൽ അവൻ നിന്നെ बॉम्बे से भाई गए ऑर्डर है. कुछ करना नहीं വേണ്ട, ഇപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ഹീസ് മൈ ബോസ്. സ്തുതിയായിരിക്കട്ടെ. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ആരാടാ നിന്റെ നാട്ടിലൊരു കുര്യൻ? കുര്യനോ? ആ, കുര്യൻ കോരുത്. നാട്ടിലേക്ക് മറ്റൊരു പേരൂടുണ്ട്, ഒരു വിളിപ്പേര്. അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്കറിയായിരിക്കും. കുരിയാച്ചൻ, കടുവാക്കുന്തേ കുരിയാച്ചൻ. കടുവാന്ന് വിളിക്കും. എന്റെ വള്ളിയങ്കാവിലമ്മേ, കടുവാ കുര്യച്ചനോ? പുള്ളി അങ്ങനെ അറിയോ നീ ആളെ? അറിയുമോന്നോ? നല്ല കാര്യമായി. അതെന്നെ കടുവയാ, നല്ല ഒന്നാന്തരം കടുവ. വയനാട്ടിൽ പാവം കുടിയേറ്റക്കാരോട് കാണിച്ച ചെറ്റത്തരങ്ങളും ഇവിടെ ഈ ഇടവകയിലൊക്കെയാണ്. വരട്ടെ മന്മൻ സാറേ, ഇതുവരെയുള്ളതായിരുന്നു കളി. ഇനി അങ്ങോട്ടുള്ളത് യുദ്ധം. രണ്ടിലൊരാൾ വീണാൽ മാത്രം തീരുന്ന യുദ്ധം. നിന്നെ കുളിപ്പിച്ചേരാം. പിന്നെ എന്താണോ കുളിച്ചേക്കാം. വെറുതെ അങ്ങ് കൊണ്ടു ചെല്ലാനല്ല, ചതച്ചിഞ്ചപ്പരിവാക്കി കൊണ്ടു ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മുതലാളി ഒന്ന് സഹകരിക്കണം. പിന്നെ എന്നാ സാറേ സഹകരിച്ചു കളയാൻ? ഡൊമിനിക് സാറ്, ഇതാണോ ഇഞ്ചപ്പരുവം എന്നൊന്നും എനിക്ക് അറിയാൻ മേല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പണിതിട്ടുണ്ട്. പോരായം പറയണം.
കുറെ നാളത്തെ കലിപ്പല്ലിയോ സാറേ, അത് അവനെ അടിച്ച് തീർക്കട്ടെ. പിതാവേ, ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തെക്കാൾ പ്രിയം പഴയ നിയമത്തോട്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നെഴുതിയേക്കുന്ന പഴയ നിയമത്തോട്. എഴഞ്ഞിട്ടാന്നേലും നീന്തിയിട്ടാന്നേലും നാളെ നേരം വെളുക്കുമ്പോ എന്റെ പോർച്ചി കൊണ്ടിട്ടേക്കണം. കഴപ്പ് തീർക്കാൻ നീ എടുത്തോണ്ട് പോയ എന്റെ അപ്പന്റെ അംബാസഡർ കാർ. എനിക്ക് നിങ്ങളോടില്ലെങ്കിലും നിങ്ങൾക്ക് എന്നോടുണ്ടായിരിക്കണം.